കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അസം. ഇന്നലെ അസമിൽ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. റെക്കോർഡ് പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. SIR പൂർത്തിയാക്കിയതിന് ശേഷം ആണ് അവിടെയും ഇലക്ഷനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ SIR പട്ടിക അനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് ആണ്, പോളിംഗ് ആണ് അവിടെ നടന്നത്. വലിയ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഈ ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് ആരെ തുണക്കും എന്നതാണ് ചോദ്യം. BJP അവിടെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ അവിടെ കോൺഗ്രസ് മുന്നണി നടത്തുന്നുണ്ട്. ആ നിലയ്ക്ക് NDAയുടെ ഭരണ തുടർച്ചയാണതോ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യമാണ്. അപ്പോൾ എന്തെല്ലാമാണ് അസമിലെ ഈ കുറി തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ, അതിന് വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അസം തെരഞ്ഞെടുപ്പ് 2026 കൂടുതൽ വിശദാംശങ്ങളിലേക്കും സവിശേഷതകളിലേക്കും പോകാം. 85.91% ഔദ്യോഗിക പോളിംഗ് ഫിഗർ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ കണക്ക് ഇതുവരെ, അന്തിമ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്ന് വെച്ചാൽ പോസ്റ്റൽ ബാലറ്റും ഹൗസ് വോട്ടിങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള മൊത്തം കണക്ക്, ഒരു ഫൈനൽ ഫിഗർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അസമിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഫൈനൽ ഫിഗർ പുറത്തു വരുമ്പോൾ അത് 85.91%. അത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ്. SIRന് ശേഷമുള്ള പോളിംഗ് കൂടിയാണ്. ആ നിലക്ക് ഉയർന്നതാണോ അതല്ല, അവിടെ ഒരു ഭരണാനുകൂല തരംഗമോ ഭരണവിരുദ്ധ വികാരമോ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാകണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. എന്തായാലും വലിയ പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഇനി അവിടുത്തെ മത്സര നിലയിലേക്ക് നമ്മൾ പോയാൽ ആകെ സീറ്റ് 126 ആണ്. NDA മുന്നണി നോക്കൂ, BJP അവിടെ മത്സരിക്കുന്നത് 89 സീറ്റുകളിലേക്കാണ്. അസം ഗണപരിഷത്താണ് അവിടെ BJPയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി. 26 സീറ്റുകളിലേക്ക് അവരവിടെ മത്സരിക്കുന്നുണ്ട്. BPF ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, അവർ 11 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. ഇങ്ങനെയാണ് NDAയുടെ മത്സര നില അവിടെ. ആകെ സീറ്റ് 126. ഇനി അസം സൺമിലിറ്റോ മോർച്ച എന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി, അസം സൺമിലിറ്റോ മോർച്ച, കോൺഗ്രസ് അതിൽ 99 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. നെയ്ജർദൾ 13 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. അസം ജാതീയ പരിഷത്ത് 10 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. 2016 വരെ അവിടെ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖവും പ്രധാനപ്പെട്ട നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്നു, ഇപ്പോഴത്തെ BJPയുടെ മുഖ്യമന്ത്രി. 2016 ഇവിടെ കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതുപോലെ തന്നെയാണ് 2016 അവിടെ NDA സർക്കാർ അധികാരത്തിൽ വന്നത്. 2021 NDA സർക്കാരിന് അധികാര തുടർച്ചയായിരുന്നു. 2016 മുതൽ 2021 വരെ സർബാനന്ദ സോനോവാളായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മയെ കൂടുമാറ്റി NDAയിലേക്ക് BJP കൊണ്ടുവരുന്നു. അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മയെ 2021 മുഖ്യമന്ത്രിയാക്കി മാറ്റുന്നു. ആ ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വെച്ചുകൊണ്ടാണ് ഇക്കുറിയും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്ന് വെച്ചാൽ BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയായിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രി എന്നർത്ഥം. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ വേഴ്സസ് ഗൗരവ് ഗൊഗോയ്, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റ്. എന്ന് വെച്ചാൽ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയാകും BJP വന്നാൽ. ഇനി കോൺഗ്രസിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ ഗൗരവ് ഗൊഗോയ് മുഖ്യമന്ത്രിയാകും. അവിടുത്തെ PCC അധ്യക്ഷനാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അസമിൽ നിന്നുള്ള മുൻ പാർലമെന്റ് മെമ്പറാണ്. ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഗൗരവ് ഗൊഗോയിയെ ദേശീയ രാഷ്ട്രീയത്തിലെ ചിരപരിചിത മുഖം കൂടിയാണ്. അപ്പോൾ ഗൗരവ് ഗൊഗോയിയെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് ഇക്കുറി അസമിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് കോൺഗ്രസ് എന്ന ശ്രദ്ധേയമായ ചിത്രം കൂടിയുണ്ട്. കുടിയേറ്റവും പൗരത്വവുമാണ് അസമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ NRC നടപ്പിലാക്കിയ, ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് അസം. 2014 മുതൽ 2019 വരെ നീണ്ട NRC പ്രക്രിയയിൽ 19 ലക്ഷത്തോളം പേർക്കാണ് അവിടെ പൗരത്വം നഷ്ടപ്പെട്ട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. അപ്പോൾ എല്ലാ കാലത്തും അസമിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പൗരത്വ പ്രശ്നവും കുടിയേറ്റവും തന്നെയാണ്. ബംഗ്ലാദേശിൽ നിന്ന് എല്ലാ കാലവും കുടിയേറുന്ന ആളുകൾ ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കം മൂലം മറ്റു പല കാരണങ്ങളാൽ അസമിലേക്കുള്ള കുടിയേറ്റം വ്യാപകമായി നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ കുടിയേറ്റക്കാർക്കെതിരെ ഈ BJP സർക്കാർ, ഹിമന്ത ബിശ്വ ശർമ്മയും അതിനു മുമ്പുള്ള സർബാനന്ദ സോനോവാൾ സർക്കാരും ഒക്കെ കുടിയേറ്റക്കാർക്കെതിരെ എടുത്ത നടപടികൾ, അവർക്കെതിരെ എടുത്ത പലതരത്തിലുള്ള ആക്ഷനുകൾ, അത് എല്ലാ കാലത്തും അവിടെ വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇക്കുറിയും ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പലതരത്തിലുള്ള ആളുകൾ, എന്ന് വെച്ചാൽ ഗ്രാമീണ മേഖലയിൽ, അതിർത്തി മേഖലയിലൊക്കെ ആളുകൾ വലിയ ഭീഷണിയിൽ, പൗരത്വ ഭീഷണിയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ ഘട്ടത്തിലും അവിടുത്തെ കുടിയേറ്റവും പൗരത്വവും തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ വിഷയം.
യെസ്, ഭരണാനുകൂല തരംഗമാണോ ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ കടുത്ത ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും എന്ന് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. വികസനം മുൻനിർത്തി ഈ NDA സർക്കാർ അധികാരത്തിൽ വന്ന കഴിഞ്ഞ 10 വർഷക്കാലം വിവിധ മേഖലകളിലായി നടപ്പാക്കിയ വികസന വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് NDA സർക്കാർ വീണ്ടും മൂന്നാം ഊഴം തേടുന്നത് എന്നതും ശ്രദ്ധേയം. വോട്ട് ചോരി, വെള്ളപ്പൊക്കം, മണ്ഡല പുനർനിർണയം പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ്. അപ്പോൾ വോട്ട് ചോരി ഈ ഇപ്പോഴത്തെ NRC നടപ്പിലാക്കിയതിന് തൊട്ടു ശേഷമുള്ള SIR പട്ടികയിലൂടെ വലിയ വോട്ട് വെട്ടൽ അവിടെ നടന്നിട്ടുണ്ട്. ബോധപൂർവം മുസ്ലിങ്ങളുടെ അടക്കം വോട്ട് അവിടെ വെട്ടിയിട്ടുണ്ട് BJP NDA എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിൻ്റേത്. ഇങ്ങനെ വോട്ട് ചോരി പ്രധാനമായ വിഷയമായി നിൽക്കുന്നു. വെള്ളപ്പൊക്കം എല്ലാ വർഷവും ഉണ്ടാകുന്ന അതികഠിനമായ വെള്ളപ്പൊക്കത്തിലൂടെ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു, ആളുകളുടെ സമ്പത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതിലൊക്കെ ഈ കഴിഞ്ഞ 2 സർക്കാരുകൾ നടപ്പാക്കിയ പദ്ധതികൾ അവർക്ക് ആശ്വാസമായത് എങ്ങനെ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽ കാര്യമായൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ പ്രചാരണ കാലഘട്ടത്തിൽ വലിയ വിഷയങ്ങളായി ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ മണ്ഡല പുനർനിർണയം നടന്നതിന് ശേഷമുള്ളൊരു ഇലക്ഷൻ കൂടിയാണ്. ആ നിലക്ക് ജാതീയ സമവാക്യങ്ങൾ, രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി മറിയാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് ഇത്തവണ അസമിൽ നടക്കുന്നത്. ഇനി 2021 നിലയിലേക്ക് ഒന്ന് നോക്കാം നമുക്ക്. 2021 NDAക്ക് ഭരണ തുടർച്ചയുണ്ടായിരുന്നു. അസമിൽ 75 സീറ്റ്, 120 ആകെ 126 സീറ്റുകൾ, അതിൽ 75 സീറ്റുകൾ നേടിക്കൊണ്ടാണ് NDA രണ്ടാം തവണയും 2021 അധികാരത്തിലെത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് 50 സീറ്റുകളാണ്. യെസ്, ഇനി അവിടുത്തെ സാമുദായിക വോട്ട് നില കൂടി ഒന്ന് നോക്കാം. അസമിലെ സാമുദായിക വോട്ട് നിലയിലേക്ക് വരുമ്പോൾ ഹിന്ദു സമുദായത്തിൽ 61.47% വോട്ടുകളുണ്ട്. മുസ്ലിം സമുദായത്തിന് 34.22% വോട്ടുകൾ. ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് 3.74%. അതിൽ മുസ്ലിം വോട്ടുകൾ 40% വരുന്ന മുസ്ലിം വോട്ടുകൾ അവിടെ നിർണായകമാണ്. ഇക്കുറി അത് N ബ്ലോക്കായി കോൺഗ്രസിന് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് NDA നടത്തുന്നത്. എന്തായാലും അസമിലും അതിനിർണായകമായൊരു വോട്ടെടുപ്പാണ് ഇന്നലെ പൂർത്തിയായിരിക്കുന്നത്. 85% പോളിംഗ് പെർസെൻറ്റേജ് എത്തിയിരിക്കുന്നു. അതൊരു റെക്കോർഡ് പോളിംഗ് പെർസെൻറ്റേജ് ആണ്. അത് ആരെ തുണക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാകണമെങ്കിൽ കേരളത്തെ പോലെ തന്നെ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.